ഇപ്പോൾ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ പ്രതിനിധിയായ ശ്രീകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീകുമാർ, താങ്കൾ എവിടെയാണുള്ളത്? അവിടെ കാലാവസ്ഥാ സാഹചര്യം എങ്ങനെയാണ്? നിങ്ങൾക്കൊക്കെ മുന്നറിയിപ്പുകൾ, മുൻകരുതൽ നിർദ്ദേശങ്ങളൊക്കെ എങ്ങനെയാണ് ലഭിക്കുന്നത്? തീർച്ചയായിട്ടും മുൻകരുതൽ ഒക്കെ വളരെ കാര്യമായിട്ട് ഞാനിപ്പോൾ ചെന്നൈയിലാണ്. ചെന്നൈയുടെ പ്രാന്തപ്രദേശത്തുള്ള പൂനൂലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നലെ രാത്രിയിൽ തുടങ്ങിയതാണ് മഴ. ഒപ്പം ശക്തമായ കാറ്റുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു മണിക്കൂറോളം, 1-1.5 മണിക്കൂറോളം ഈ കാറ്റിന് അല്പ ശമനം ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. വളരെ ഗംഭീരമായ, വളരെ ശക്തമായിട്ടുള്ള കാറ്റിപ്പോഴുണ്ട്. മഴ ചെറിയ തോതിലേ ഉള്ളൂ. പക്ഷേ മുന്നറിയിപ്പുകൾ പറയുന്നത് മഴ ഇനിയും ഇന്ന് രാത്രിയും ശക്തമായിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഈ കൊടുങ്കാറ്റ് തീരം തൊടുന്നത് വരെ നമ്മള് തയ്യാറായിരിക്കാനാണ്, ജാഗ്രതയോടെ ഇരിക്കാനാണ് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്. ഇന്ന് പൊതുവെ മിക്കവാറും സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയും വർക്ക് ഫ്രം ഹോമും ഒക്കെ ആയിരുന്നു. സ്കൂളുകൾക്ക് അവധി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഈ മലയാളി അസോസിയേഷൻ എന്ന നിലയിൽ മലയാളികൾക്കിടയിൽ അങ്ങനെ ഒരു നിങ്ങളുടെ കോമൺ പ്ലാറ്റ്ഫോമുകളിൽ കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ പങ്കുവെക്കുന്നുണ്ടോ? എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം? തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യമുള്ള ചെയ്യാനായിട്ടുള്ള തയ്യാറായിട്ടുള്ള ഒരു സംഘത്തേക്ക് ഉണ്ടാക്കാറുണ്ട്. ഇത്തവണ പക്ഷെ നേരത്തെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ അത്തരം ഒരു സാഹചര്യത്തേക്ക് വന്നിട്ടില്ല. ആർക്കും വലിയ ഇന്ന് ശനിയാഴ്ചയാണ്, പ്രവർത്തന ദിവസം ഇല്ലാത്തത് കൊണ്ട് മിക്കവാറും ആളുകൾ സ്വകാര്യ സ്ഥാപനങ്ങൾ മാത്രമാണ് പ്രവർത്തിയിലുള്ളത്. പല സ്വകാര്യ സ്ഥാപനങ്ങളും അവധി തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ആളുകൾ മാത്രം റോഡിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനുള്ളൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്തരം ഒരു ഭീകരാവസ്ഥ ഇല്ല. ശരി, നന്ദി. ശ്രീകുമാർ, മലയാളി അസോസിയേഷൻ പ്രതിനിധിയാണ് ചെന്നൈയിൽ നിന്ന് ചേർന്നത്. നിലവിൽ മുന്നറിയിപ്പുകൾ കൃത്യമായി അവർ പിന്തുടരുന്നുണ്ട്. ഏതായാലും മഴയും കാറ്റും ഒക്കെ വീണ്ടും ശക്തമാകുന്നു. ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കൂറോളം മഴയ്ക്കൊരു ശമനമുണ്ടായിരുന്നു, കാറ്റിനൊരു ശമനമുണ്ടായിരുന്നു. വീണ്ടും അത് ശക്തമാകുന്നു എന്നാണ് ശ്രീകുമാർ പറയുന്നത്. റഹീസിലേക്ക് ഒരിക്കൽ കൂടി. റഹീസ്, നേരത്തെ ഈ ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായ രൂപം കൊണ്ട സമയം മുതൽ തന്നെ ISROയുടെ ഒക്കെ കൃത്യമായ നിരീക്ഷണം നടക്കുന്നുണ്ട്. ഈ ഏത് തീരത്ത്, ഏത് മേഖലയിലായിരിക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെന്നൈയിലടക്കം ഈ നഗരത്തിൽ വെള്ളക്കെട്ട് എങ്ങനെയാണ് ജനജീവിതത്തെ ബാധിക്കുന്നത് ഇപ്പോൾ? തീർച്ചയായിട്ടും ഈ വെള്ളക്കെട്ട് വലിയ തോതിലുള്ളൊരു പ്രശ്നം നിലവിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ചെന്നൈയുടെ താഴ്ന്ന മേഖലകളിലൊക്കെ തന്നെയും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ഈ പ്രധാനമായിട്ടും താഴ്ന്ന മേഖലയിലുള്ളവരെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളൊരു ദൗത്യമാണ് സർക്കാരിന് മുന്നിലുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറന്നുകൊണ്ട് അത്തരത്തിൽ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഒപ്പം ഈ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്കും ചില ബുദ്ധിമുട്ടുകൾ ഈ ചുഴലിക്കാറ്റിനെ അതിൻ്റെ ഗതിവിധികൾ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെയും ഉണ്ടായിട്ടുണ്ട്. കാരണം വിൻഡ് ഷിയർ പ്രതിഭാസം മൂലം ചുഴലിക്കാറ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സത്യത്തിൽ ഇന്നലെ രാവിലെ വരെ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു, ജനങ്ങളെ കൃത്യമായി അവബോധമുള്ളവരാക്കിയിരുന്നു. പക്ഷേ അതിനപ്പുറം അത് എത്തരത്തിലാകും ഉണ്ടാവുക, എങ്ങനെയൊക്കെയാണ് അതിനെ ബാധിക്കുക എന്നുള്ളൊരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു നിഗമനം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഇപ്പോഴും 100 കിലോമീറ്റർ അകലെ നിൽക്കുകയാണ്, ചെന്നൈയിൽ നിന്നും 100 കിലോമീറ്റർ അകലെ നിൽക്കുകയാണ് ഈ ചുഴലിക്കാറ്റ്. അപ്പോൾ അത് ഏത് തീരത്താകും തൊടുക എന്നുള്ളൊരു കാര്യത്തിലും ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. ഈ മഹാബലിപുരത്തിനും ഒപ്പം തന്നെ കാരക്കലിനും ഇടയിലാകും ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്ക് കടക്കുക എന്ന് പറയുന്നുണ്ട്. എങ്കിലും അത് പുതുച്ചേരിക്ക് അരികിലേക്കായിരിക്കും. എത്ര കണ്ട് തമിഴ്നാടിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ, അതായത് ഈ ചുഴലിക്കാറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതൊരു കാറ്റായി എത്ര തമിഴ്നാടിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചെറിയൊരു അവ്യക്തത നിലനിൽപ്പുണ്ട്. പക്ഷേ മഴയുടെ കാര്യത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞത് ഏതാണ്ട് പൂർണ്ണമായും ശരിവെക്കുന്ന തരത്തിലാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ചെന്നൈയിലും ചെങ്കൽപ്പെട്ടിലും അടക്കമുള്ള ജില്ലകളിൽ, സമീപ പ്രദേശങ്ങളിൽ കൃത്യമായി മഴ പെയ്യുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് വളരെ കുറച്ച് സമയം മാത്രം മഴ മാറി നിന്നു. ഇപ്പോഴും മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ അതിശക്തമായ കാറ്റാണ് ഉണ്ടാകുന്നത്.
പല റോഡുകളിലൊക്കെയും മരങ്ങൾ വീഴുന്ന തരത്തിൽ വലിയ തോതിൽ കാറ്റ് ഉണ്ടാകുന്നുണ്ട്. നല്ല വേഗമുള്ള കാറ്റാണുള്ളത്. അപ്പോൾ അതൊക്കെയും ജനജീവിതത്തിനെ നന്നായി ബാധിക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ ഇന്നലെ നൽകിയ നിർദ്ദേശം ജനങ്ങൾ പാലിച്ചു എന്ന അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും. ഒരു ഹർത്താലിൻ്റെ പ്രതീതിയിൽ കടകളൊക്കെ അടച്ച് പരമാവധി വീടുകളിൽ തന്നെ ഇരുന്ന് ജനങ്ങൾ ഇതിനോട് സഹകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്, അവധി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കൃത്യമായി ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു പോകുന്നുണ്ട്. പക്ഷേ അർദ്ധരാത്രിയിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റാകും ഉണ്ടാവുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളമായിരിക്കും, അതിൻ്റെ തീവ്രത എത്രത്തോളമായിരിക്കും, അത് ജനജീവിതത്തിനെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഇപ്പോഴും ആശങ്കയുണ്ട്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ഓരോ മന്ത്രിമാരും ഓരോ പ്രദേശങ്ങളിൽ ഇപ്പോഴും പോകുന്നുണ്ട്. കാരണം ചെന്നൈയിൽ ഒരു പ്രളയം ഉണ്ടായാൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊരു പ്രളയം ഉണ്ടായാൽ അത് പിടിച്ചു കെട്ടാൻ പറ്റാത്ത തരത്തിലേക്ക് പോകും എന്നുള്ളൊരു നിലയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ കൂടുതൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും വെള്ളം മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് മറ്റ് പ്രദേശങ്ങളിലേക്ക് കളയാനൊക്കെയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമം നടക്കുന്നുണ്ട്. അവർ കൃത്യമായി ഇടപെടുന്നുണ്ട്. പക്ഷേ അപ്പോഴും മഴ ഇനിയും തുടർന്നാൽ, രാത്രി അതിശക്തമായ മഴയുണ്ടായാൽ, ഈ ഫെഞ്ചാൽ ചുഴലിക്കാറ്റിൻ്റെ തീവ്രത പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് പോയാൽ അതൊരു പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന തരത്തിലേക്ക് വരും. ഒരിക്കലും ആശങ്കപ്പെടുത്തുകയല്ല, മറിച്ച് എപ്പോഴും ജാഗ്രത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കാര്യം. ഈ മഴയുടെ കാര്യത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്ത് പറഞ്ഞോ അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് മഴ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നേരത്തെ ഈ എയർപോർട്ടിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു 7 മണിവരെ എയർപോർട്ട് അടച്ചിട്ടിരിക്കുകയായിരിക്കുമെന്ന്. ഏതാണ്ട് 9 മണിയിലേക്ക് അത് നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. പക്ഷേ എയർപോർട്ട് അതോറിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഇന്ന് രാത്രി മിക്കവാറും എയർപോർട്ട് പൂർണ്ണമായും അടച്ചിടേണ്ടി വരും. ഒപ്പം തന്നെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, MGR റെയിൽവേ സ്റ്റേഷൻ, അത് ഒരു പ്രധാനപ്പെട്ട കണക്റ്റിംഗ് പോയിൻ്റാണ്. ചെന്നൈയും മറ്റു ഭാഗത്തേക്കും കണക്ട് ചെയ്യുന്ന പോയിൻ്റാണ്. ആ പോയിൻ്റ് ഏതാണ്ടൊക്കെ ഒരു ഭാഗികമായി അല്ലെങ്കിൽ പൂർണ്ണമായൊക്കെ അടച്ചിടേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. കാരണം വെള്ളം ഒഴുകി വരുന്നുണ്ട്. വെള്ളം ഇങ്ങനെ നഗരപ്രദേശത്ത് തന്നെയാണ് ഒഴുകി നിൽക്കുന്നത്. വീടുകളിൽ വെള്ളം കയറുന്നുണ്ട്. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചെന്നൈ മെട്രോയുടെ 2ാം ഘട്ട വികസനവുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള പണി നടക്കുകയാണ്. അതുകൊണ്ട് റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് ജനജീവിതത്തിനെ ഇത് സാരമായി ബാധിക്കും. അത് എത്ര കണ്ട് ബാധിക്കുമെന്ന് ഫെഞ്ചാൽ ചുഴലിക്കാറ്റ് തീരം തൊട്ട് കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായി പറയാൻ കഴിയുള്ളൂ. എന്നാലും കാറ്റാണ്, അതിശക്തമായ കാറ്റടിക്കുന്നുണ്ട്. തീരദേശ മേഖലയിലുള്ളവർക്ക് ഒരു വലിയ നഗരത്തിന് പുറത്ത് അല്ലെ ചെന്നൈ കോർപ്പറേഷൻ പരിധിക്ക് പുറത്ത് മറ്റിടങ്ങളിലെ സ്ഥിതി എന്താണ്? തിരുവള്ളൂർ തുടങ്ങി മറ്റ് പ്രദേശങ്ങളിൽ, ജില്ലകളിലെ നിലവിലെ കാലാവസ്ഥ എങ്ങനെയാണ്? അവിടെയും ശക്തമായ മഴ ലഭിക്കുന്നുണ്ടെന്നാണ് ഉച്ചയ്ക്ക് മുമ്പ് വരെയുള്ള സാഹചര്യം. ഗോകുൽ, മറ്റെല്ലാ ജില്ലകളിലും ശക്തമായ മഴ തന്നെ ലഭിക്കുന്നുണ്ട്. രാവിലെ നമ്മൾ മഹാബലിപുരത്തായിരുന്നു ഉണ്ടായിരുന്നത്. മഹാബലിപുരത്ത് അതിശക്തമായ മഴയുണ്ട്. ഒപ്പം തന്നെ തിരുവള്ളൂർ, തഞ്ചാവൂർ, വിഴുപ്പുറം ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട്. ഒപ്പം കടലൂരിലും അതിശക്തമായ മഴയാണുള്ളത്. നാഗപട്ടണത്തും മയിലാടുതുറയിലുമാണ് ഈ മഴ ഏറ്റവും കൂടുതലായിട്ട് കഴിഞ്ഞ 4-5 ദിവസമായി പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇന്ന് രാത്രിയും നാളെയുമൊക്കെ അതിശക്തമായ മഴ പെയ്യും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നിലവിലുള്ളത്.